നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നു. നീണ്ട 8 വർഷമായി കേരളക്കര മുഴുവൻ കാത്തുനിന്ന ഒരു വിധി പ്രസ്താവമായിരുന്നു. സത്യവിശ്വാസികളെല്ലാം തന്നെ നടിക്ക് നീതി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ജോലിക്ക് പോലും പോകാതെ ലീവെടുത്ത് വിധി പ്രസ്താവം കേൾക്കാനായി ഇരുന്നു. ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് എനിക്കൊക്കെ ഒരു ഒരുക്കമുണ്ടായി എന്തായിരിക്കുമെന്നുള്ളത്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എനിക്കുണ്ട്. എങ്കിലും എനിക്ക് ഈ ഗ്ലിറ്ററിൽ നിൽക്കുന്ന ആളാണ് ഇര എന്നുള്ളത് കൊണ്ട് തന്നെ തുടക്കം മുതലേ എനിക്ക് ഈ കേസിനോടൊരു വിമുഖതയുണ്ടായിരുന്നു. കാരണം പ്രിവിലേജ്ഡ് ആയിട്ട് അല്ലാത്ത സ്ത്രീകളുണ്ട്, പാവങ്ങൾ. അവരൊക്കെ നീതി കിട്ടാതെ വോയിസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ശബ്ദമില്ല, റിസോഴ്സസ് ഇല്ല, ആളില്ല, അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നീതി കിട്ടാതെ പോയിട്ടുണ്ട്. അവർക്കൊന്നും വേണ്ടി ഇത്ര ബഹളമൊന്നും ആരും തന്നെ ഉണ്ടാക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ പ്രമാദമായ പല കേസുകളും ഞാനൊക്കെ വളരെ സസൂക്ഷ്മം വീക്ഷിച്ചിരുന്ന കേസുകളെല്ലാം തന്നെ ഉണ്ടായിരുന്ന സമയത്ത് ഈ വിഷ്വൽ മീഡിയ അത്ര സജീവമായിരുന്നില്ല. അപ്പം ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലിറ്ററിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ പൊതുവേ സിനിമാ ഫീൽഡിനോട് എനിക്ക് ഒരു താല്പര്യമില്ലായ്മയുണ്ട്. കാരണം അവിടെ എത്തിക്സ് ഇല്ലായ്മ നടക്കുന്നൊരു മേഖലയാണല്ലോ. അവിടെ ആ ഗ്ലിറ്ററിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെ മത്സരിക്കും. അപ്പോൾ അതിൻ്റെ അന്തർധാരകൾ എന്താണ്, അണ്ടർ കറൻസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. ഈ ആക്രമിക്കപ്പെട്ട നടി എന്തെങ്കിലും ചെയ്തോ, ഈ നടനാണോ കുറ്റക്കാരൻ, ഇല്ല അതിനും അപ്പുറത്ത് വല്ല കോൺസ്പിറസിയും ഈ നടനെതിരായിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ വയ്യായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വലിയ താല്പര്യം ഞാൻ ഈ കേസിൽ എടുത്തിരുന്നില്ല. എങ്കിൽ കൂടി എല്ലാവരും പറയും സ്ത്രീ വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്നൂടെ, അഭിനയിക്കാൻ റോള് കിട്ടണമെങ്കിൽ കിടക്ക പങ്കിടേണ്ടതായിട്ട് വരും. അപ്പം എന്തിനാ അങ്ങനത്തെ പണിക്ക് പോണത്? അവനവൻ്റെ വീട്ടിൽ കുത്തിരുന്നാൽ മതിയില്ലേ? എന്തിനാ ഈ അനാവശ്യ പണിക്ക് പോണത്? എന്തായാലും എത്രയോ നല്ല പണികളുണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അങ്ങോട്ട് പോകണത് എന്നൊക്കെ ഈ പാട്രിയാർക്കി സൊസൈറ്റിയിലെ കൂടുതൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ പറയും. അവരുടെ അത്ര അന്തസ്സായിട്ട് ജീവിക്കാം, വേറെ പണിക്കൊക്കെ പൊക്കൂടെ? അപ്പോൾ ഈ പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും അഭിനയിക്കാനുള്ളൊരു മോഹം ഉണ്ടാവില്ലേ, ഒരു പാഷൻ ഉണ്ടാവില്ലേ, ആർട്സ് പെർസ്യൂ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, ഗ്ലിറ്ററിൽ നിൽക്കണം എന്നൊരു ആഗ്രഹം സ്ത്രീക്കും ഉണ്ടാവില്ലേ? അപ്പോൾ സ്ത്രീക്ക് ആ മോഹം ഉണ്ടായാൽ അവിടെ ചാൻസ് കിട്ടണമെങ്കിൽ ഇങ്ങനെയേ നടക്കൂ എന്ന് പറയുമ്പോൾ ആഗ്രഹവും അമർത്തിപ്പിടിച്ച് മരിച്ചു പോകേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് സ്ത്രീകൾ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് വരുമ്പോഴാണ് പാത കുറച്ചും കൂടി, അതിലേക്കുള്ള പാത കുറച്ചും കൂടിയൊക്കെ സ്മൂത്ത് ആവുള്ളൂ. പിന്നെ അവിടെ ചെന്നതിന് ശേഷം അത് കൺഡ്യൂസീവായിട്ട് എടുക്കുക, ഫേവറബിൾ ആക്കി എടുക്കുക, അത്രയും നിർത്തിയുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് പൊതുജനം വിധിക്കുന്നത്. നിയമം റിജിഡാക്കാനല്ല ശ്രമിക്കുന്നത്. പകരം സ്ത്രീകളെ വരണ്ട എന്ന് ചെന്ന സ്ത്രീകൾ ഒരേ സിനിമ അഭിനയിക്കുന്ന നായകനും നായികയ്ക്കും വ്യത്യസ്തമായ സാലറിയാണ് കൊടുക്കുന്നത്, ഡിമാൻഡും വ്യത്യസ്തം. അപ്പോൾ അതൊക്കെ അവിടെ ഭയങ്കര ഇൻജസ്റ്റിസും ഭയങ്കര ഇനീക്വാളിറ്റി നടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു മേഖല അടക്കി ഭരിക്കുക. അവിടെ ഒരു ഭരണഘടനയോ ജനാധിപത്യപരമായ രീതികളോ ഒന്നുമില്ല. അവിടെ അടക്കി ഭരിക്കുക ചിലരെ. അവർ പറയുന്നത്
അവിടുത്തെ നിയമം അലിഖിത നിയമങ്ങളാണ്. ഇപ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിനിമാ നടൻ മമ്മൂട്ടി കയറി വരുമ്പോൾ ഒരു നടി തന്നെയാണ് പറയണത്, ഇരുന്നിട്ട് ഭയങ്കര ഗംഭീരമായിരുന്നു പറയണത്, ഓ താരരാജാവ് ദേ, ഞാനിവിടെ നോക്കുമ്പോൾ ദേ വരുന്നു കിങ് താരരാജാവ്. മോഹൻലാലിയും പറയുന്നുണ്ട്, താരരാജാവ് വരുന്നു. മമ്മൂട്ടി അങ്ങോട്ട് കയറുമ്പോൾ ഞങ്ങൾക്ക് ആ സെറ്റിൽ ചെന്നിട്ട് ഇരിക്കാൻ പറ്റിയിട്ടില്ല. ഇരിക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹം അങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, അദ്ദേഹം ഇങ്ങോട്ട് കയറുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റും. മമ്മൂട്ടി ആരാണ്? എന്താ മമ്മൂട്ടിക്ക് അങ്ങനെ തന്നെ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നിൽക്കുന്ന കാണാതിരിക്കാൻ മാത്രം അന്ധനൊന്നും അല്ലല്ലോ മമ്മൂട്ടിക്ക് എന്താ കണ്ണിന് കാഴ്ചയില്ലേ? ആളുകൾ തങ്ങളെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേൽക്കും. എന്താ ഇത്തരം ഒരു മാടമ്പി സ്വഭാവം? എന്തിനാ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഒരാളല്ലേ എന്ന് അയാൾ തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ അവിടെ ആ സ്ഥലം ജനാധിപത്യവൽക്കരിക്കാൻ മമ്മൂട്ടി വിചാരിച്ചാൽ പറ്റുമായിരുന്നല്ലോ. ഒരു നടി ഒരു ഇൻ്റർവ്യൂവിൽ പറയണതാണ്, അദ്ദേഹം പറഞ്ഞിട്ടില്ല നിൽക്കണമെന്ന്, പക്ഷേ എല്ലാവരും അദ്ദേഹം വരുമ്പോൾ ഇരിക്കില്ല. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഗോഡിൻ്റെ സ്റ്റാച്ചർ ഇവരുണ്ടാക്കുകയാണ് ഈ പരിവേഷം. അപ്പോൾ അതിൽ ഇവർക്ക് തന്നെ കുറേ കഴിയുമ്പോൾ തോന്നിപ്പോവും, ഞങ്ങൾ ഭരണഘടനയ്ക്ക് അതീതമാണ്, ഞങ്ങൾ രാഷ്ട്രത്തിന് അതീതമാണ്, ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ നിയമമെന്ന് ഇവർക്കൊക്കെ തോന്നും. അങ്ങനെ ഉണ്ടായ തോന്നലിൽ നിന്നായിരിക്കാം ഇത്തരം ഇഷ്യൂസൊക്കെ അവർ സംഭവിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റിസ്, അപ്പോൾ അവർക്ക് തോന്നുന്നു അവർ ചെയ്യുന്നതാണ് ശരി. അപ്പം ഞാൻ എന്ത് വൃത്തികേടുകളും എൻ്റെ പ്രൊഫഷണൽ വർക്ക് പ്ലേസിൽ ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല, അതിൽ മൊറാലിറ്റി ഉണ്ടോ എന്നുള്ളത് വിഷയമല്ല, എൻ്റെ പണം ഞാൻ ചെയ്യുന്നു എന്നുള്ളപ്പോൾ അവരുടെ വൈവാഹിക ബന്ധത്തിൽ ഈ ആക്രമിക്കപ്പെട്ട നടി കാരണം പ്രശ്നങ്ങളുണ്ടായി അത് ചെയ്ത സ്ത്രീ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കോൺട്രാക്ട് വയലേഷൻ ഒന്നും അവിടെ ഒരു വിഷയമില്ല. അദ്ദേഹം ഒരു 2 centuries ബാക്കിലാണ്. അത് അവിടെ ഭാര്യ ഇരിക്കുന്നു, ഈ വർക്ക് പ്ലേസിൽ വേറൊരു സ്ത്രീ, അങ്ങനെ വെച്ച് കൊണ്ടുപോകാം എന്നുള്ളത്. അങ്ങനെ ഒരു രീതി വളരെ പാട്രിയാർക്കലായിട്ടുള്ള ഒരു സ്വഭാവം കാണിച്ചു. ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പാട്രിയാർക്കൽ സൊസൈറ്റിയാണ് അവിടുത്തെ ഈ സിനിമാ മേഖലയിലെ ആണുങ്ങളെല്ലാം തന്നെ. അത്രയും പാട്രിയാർക്കി കൊടികുത്തി വാഴുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ഘടന തന്നെ അങ്ങനെയാണ്. ഒരു പവർ സ്ട്രക്ചർ ഉണ്ട് അവിടെ, മെയിൽ ഡോമിനേറ്റഡ്, വളരെ ഷോമിനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമാണത്. അപ്പോൾ അവിടുന്ന് തുടങ്ങിയതാണ് അങ്ങനെ ഉന്മൂലന സിദ്ധാന്തം. അതിനെ അങ്ങോട്ട് ഉന്മൂലനം ചെയ്യാം, ആ ശബ്ദത്തെ ഇല്ലാതാക്കാം എന്ന് കരുതിയായിരിക്കാം നടിയെ ആക്രമിച്ചത്. പക്ഷെ എല്ലാം കയ്യിൽ നിന്ന് പോയി. നമ്മൾ വിചാരിച്ച പോലെ ഒരു 18-ാം നൂറ്റാണ്ടിലോ 19-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലങ്ങളിലോ അല്ലെങ്കിൽ ഒരു മധ്യകാലങ്ങളിലോ ഉണ്ടെങ്കിൽ നഗ്ന ശരീരം കാണിച്ച് പേടിപ്പിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലൊക്കെ തെറ്റിപ്പറ്റിപ്പോയി. നടി സധൈര്യം മുന്നോട്ട് വന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫലമായി കേസ് പോവുകയും പണത്തിൻ്റെ ബലം കൊണ്ട് 8 കൊല്ലം നീട്ടി 8 കൊല്ലം നീണ്ടുപോയി. അപ്പോൾ എന്നൊക്കെ ഇത് വിസ്മൃതിയിലാകേണ്ട ഒരു കേസായിരുന്നു. പക്ഷെ ഇതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. കാരണം നമുക്ക് മനുഷ്യരുടെ സ്വകാര്യതയിൽ ടോർച്ചടിക്കുന്നു, സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു എന്നൊക്കെ ഉള്ളൊരു പരാതി ഈ മാധ്യമങ്ങളെ കുറിച്ചുണ്ട്. എങ്കിൽ കൂടിയും ഈ ജനാധിപത്യം എന്ന് പറയുന്നത് പേരിന് മാത്രമുള്ളൊരു സമൂഹത്തിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇവിടെ പണാധിപത്യമാണ്. പണം കൊടുക്കണവന് എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ മാധ്യമങ്ങളിങ്ങനെ വിളിച്ചു കൂവന്നേലേ നിവൃത്തിയുള്ളൂ. നമുക്ക് വളരെ വളരെ പരിഹാസ്യമായി തോന്നാറുണ്ട്, എന്താ ഇവർ കാണിക്കുന്നത്, ഇവരാണോ കോടതി എന്നൊക്കെ തോന്നും. പക്ഷേ ഇത്ര ആയത് ഈ മാധ്യമങ്ങളുള്ള കാരണം കൊണ്ട് തന്നെയാണെന്ന് പറയാതെ വയ്യ. അപ്പം അങ്ങനെ അത് ഇന്ന് വിധി വന്നത് എനിക്ക് വിധിയിൽ നീതിയുണ്ടോ അല്ലെങ്കിൽ അത് വിധി ഇരയ്ക്ക് നീതി കിട്ടിയോ അല്ലയോ എന്നല്ല ഇപ്പം എൻ്റെ ദുഃഖം. അത് തെളിവുകളുടെ കോടതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അവിടെ എവിഡൻസ് അല്ലേ വേണ്ടത്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, തെളിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ ആരോപിതനെ വെറുതെ വിട്ടു. തെളിവുകൾ വേണമല്ലോ. പ്രോസിക്യൂഷന് ഗൂഢാലോചന
ഉണ്ടായിരുന്നെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. അത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണ്. നല്ലൊരു കുറച്ചും കൂടി നല്ല വക്കീലിനെ അല്ലെങ്കിൽ എന്തോ അങ്ങനെ സംഭവിച്ചു, എനിക്കറിയില്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഇതൊന്നുമല്ല ഇപ്പോൾ എൻ്റെ ഒരു വിഷമം. ഇതിനിടയിൽ ഞാനൊരു ഒരു 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 ക്ലിപ്പിംഗ് കണ്ടു, ഒരു വീഡിയോ കണ്ടു. അതിലൊരാൾ പറയുന്നത് കേട്ടു, എന്നെ ഏറെ വിഷമിപ്പിച്ചത് ഈ കുറ്റാരോപിതനായ നടനെ കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന്. അത് കേട്ടോടുകൂടി നമുക്ക് പൈങ്കിളി ഈ കാനം വിജയുടെയും അതേപോലെ മുട്ടത്ത് വർക്കിയുടെയൊക്കെ കഥ വായിച്ച് നടക്കുന്ന സ്ത്രീയാണോ ഈ ജഡ്ജി എന്ന് പറയുന്നത്? നടന്മാരെ കാണുമ്പോൾ ഈ ഗ്ലിറ്റർ കാണുമ്പോൾ, പളപളപ്പ് കാണുമ്പോൾ ഭ്രമിച്ച് നിൽക്കാൻ, അറിയാതെ എഴുന്നേറ്റ് പോകാൻ ഈ ജഡ്ജി എഴുന്നേറ്റ് നിന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ താരാരാധന, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒബ്ലിഗേഷൻ ഉണ്ടാവും ആ കുറ്റവിമുക്തനായ നടനോട്. അതല്ലേ നമുക്കിതൊക്കെ മനസ്സിലാക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഭയങ്കര സ്റ്റാർട്ട്ലിംഗ് ആണ്, വളരെയധികം വേദന ഉണ്ടാക്കി സാധാരണ ജനങ്ങളിൽ. ആ ജസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല, പറയപ്പെടുന്നു. അത് ശരിയാണെങ്കിൽ ആ ജസ്റ്റർ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്, വിധിയേക്കാൾ വലുതാണ്, ഇരയ്ക്ക് നീതി കിട്ടാത്തതിനേക്കാൾ വലുതാണ്. ഇവിടെ നീതി എന്ന് പറഞ്ഞാൽ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലീഗൽ ജസ്റ്റിസ് വേഴ്സസ് സോഷ്യൽ ജസ്റ്റിസ് ആണ്. സോഷ്യൽ ജസ്റ്റിസിൽ എവിടെയാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ. അത് കഴിഞ്ഞ് കോടതി വളപ്പിൽ കുറ്റവിമുക്തനായ, അതായത് പീഡനക്കേസിൽ കുറ്റവിമുക്തനായ ഒരാൾക്ക് ലഡു കൊടുത്ത് ആഹ്ലാദ പ്രകടനം നടക്കുക. ഇതൊക്കെ എവിടെ നടക്കുന്നു? എന്താണ് നമ്മുടെ സമൂഹത്തിൻ്റെ ധാർമ്മിക ച്യുതി? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ ഭയപ്പെടുത്തുന്നത്, എന്നെ ആകുലപ്പെടുത്തുന്നത് ഇന്ന് പ്രസ്താവിച്ച വിധിയൊന്നുമല്ല. എൻ്റെ ആകുലത മുഴുവനും, എൻ്റെ ഭയം മുഴുവനും നമ്മുടെ ജുഡീഷ്യറി എങ്ങോട്ട് പോകുന്നു എന്നാലോചിച്ചാണ്.